നമസ്കാരം. കൗണ്ട് ഡൗണിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് മറുനാടൻ സ്പെഷ്യലിൽ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജില്ല കേന്ദ്രീകരിച്ചുള്ള റിപ്പോർട്ടുകൾ തുടർച്ച തന്നെയാണ് ഇതും. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ UDFിൻ്റെ ഒരുമയെക്കുറിച്ചും 13 സീറ്റിൽ 2 സീറ്റ് ഒഴികെ ബാക്കി 11 സീറ്റും നേടിയ LDFിനെ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ചും സമഗ്രമായ റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. ഈ എപ്പിസോഡിൽ പറയുന്നത് 2 സീറ്റുകളെക്കുറിച്ചാണ്. മലപ്പുറം ജില്ലയിലെ തവനൂരിനെ കുറിച്ചും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിനെ കുറിച്ചും. കോഴിക്കോട് 13 സീറ്റിൽ UDF 7-8 സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അവർക്ക് തീരെ പ്രതീക്ഷയില്ലാത്ത 4 സീറ്റുകളിൽ ഒന്ന് ബേപ്പൂരാണ്. ബാലുശ്ശേരി, പേരാമ്പ്ര, ഏലത്തൂർ എന്നിവയാണ് മറ്റ് 3 സീറ്റുകൾ. ഈ 4ഇടത്തും വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ LDF ജയിച്ചത്. ബേപ്പൂരിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് 28,747 വോട്ടിന് ജയിച്ചപ്പോൾ പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ 22,592 വോട്ടിനും ബാലുശ്ശേരിയിൽ KM സച്ചിൻ ദേവ് 20,372 വോട്ടിനും ഏലത്തൂരിൽ AK ശശീന്ദ്രൻ 38,502 വോട്ടിനുമാണ് ജയിച്ചത്. ബാക്കി 9 സീറ്റുകളിലും വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് UDF കരുതുന്നത്. എന്നാൽ ഒരു പ്രത്യേക സർജിക്കൽ സ്ട്രൈക്കിലൂടെ ബേപ്പൂർ ജയിക്കാൻ കഴിയും എന്നിവർ കണക്കാക്കുന്നു. ബേപ്പൂരിൽ അവർ അതിനുവേണ്ടി കണ്ടെത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി നമ്മുടെ അമ്പൂക്കയാണ് PV അൻവർ. PV അൻവർ CPMന്റെ കോട്ടയിൽ നിന്നും പുറത്തേക്ക് വന്ന നേതാവാണ്. അൻവറിന് 3 സീറ്റാണ് പ്രതീക്ഷയും ആഗ്രഹവും. അത് ചോദിച്ചിട്ടുമുണ്ട്. 3 പോയിട്ട് ഒന്നുപോലും കൊടുത്തില്ലെങ്കിലും അൻവറിനെ അംഗീകരിക്കേണ്ടി വരും. കാരണം അൻവറിന് ഇനി ഇടതുപാളയത്തിലേക്ക് ഒരു മടക്കമില്ല. അതുകൊണ്ട് തന്നെ CPMുമായി പിണങ്ങി സാമ്പത്തികമായി ആകെ തകർന്നിരിക്കുന്ന അൻവറിന് ഇനി ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അവരോട് പിണങ്ങി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു സീറ്റും അൻവറിന് കൊടുത്തില്ലെങ്കിലും അൻവർ അച്ചടക്കത്തോടെ UDFിനൊപ്പം നിൽക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFിനെ തോൽപ്പിക്കാൻ വേണ്ടി സ്വയം സ്ഥാനാർത്ഥിയായതുപോലെ ഒരു സാഹസത്തിന് മുതിരാനുള്ള ധൈര്യവും ബാല്യവും അൻവറിനില്ല. എങ്കിലും താൻ മോശക്കാരനല്ല എന്ന് തെളിയിക്കാൻ അൻവർ 3 സീറ്റുകൾ ചോദിച്ചിരിക്കുന്നു. അൻവറിനറിയാം 3 സീറ്റ് ചോദിച്ചാലേ ഒരു സീറ്റെങ്കിലും കിട്ടുമെന്ന്. അൻവർ ചോദിച്ചിരിക്കുന്ന 3 സീറ്റുകൾ മലപ്പുറം ജില്ലയിലെ തവനൂരും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയും ബേപ്പൂരുമാണ്. തവനൂർ ലഭിക്കണം എന്നാണ് അൻവറിൻ്റെ ആഗ്രഹമെങ്കിലും അത് സാധിക്കില്ല. കാരണം അവിടെ മത ഇക്വേഷൻ തെറ്റും. അൻവറിനെ കൂടെ ചേർക്കണം എന്നാണ് ലീഗിൻ്റെ നിലപാടെങ്കിലും തങ്ങൾക്ക് വിജയസാധ്യതയുള്ള തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ട തിരുവമ്പാടി അവർ വിട്ടുകൊടുക്കില്ല. തിരുവമ്പാടി വിട്ടുകൊടുക്കാൻ ലീഗ് വെച്ചിരിക്കുന്ന ഏക ഉപാധി കേരള കോൺഗ്രസ് മാണി വിഭാഗം എത്തിയാൽ കൊടുക്കാമെന്നതാണ്. അപ്പോൾ പിന്നെ അൻവറിന് മുമ്പിലുള്ള ഏക വഴി ബേപ്പൂർ തന്നെയാണ്. പിണറായി വിജയൻ്റെ മരുമകനും അടുത്ത മുഖ്യമന്ത്രിയായി പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ആളുമായ മുഹമ്മദ് റിയാസിനോട് ഏറ്റുമുട്ടി ജയിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവും കോൺഗ്രസ് പാർട്ടിയിൽ കോഴിക്കോടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ PV അൻവറിനെ പരീക്ഷിച്ചാൽ അത് ചിലപ്പോൾ നടന്നേക്കുമെന്ന് കോൺഗ്രസിനും UDFിനും പ്രതീക്ഷയുണ്ട്. അത് വാസ്തവമാണ് താനും. അൻവറിനോട് വ്യക്തിപരമായി കടുത്ത എതിർപ്പുള്ള ആളാണ് ഞാൻ. CPMൽ നിന്നും അൻവർ പുറത്തേക്ക് വന്നത് തൻ്റെ കള്ള സാമ്രാജ്യം സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. തൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഒരു പരിധിക്കപ്പുറത്തേക്ക് പിണറായി വഴങ്ങാതെ പോയതുകൊണ്ടാണ്. കളവിലൂടെയും വ്യാജമായും നേടിയെടുത്ത സ്വത്തുക്കൾ സംരക്ഷിക്കാൻ CPMന് ഒരു പരിധിക്കപ്പുറത്തേക്ക് സാധിക്കാതെ പോയതുകൊണ്ടാണ്. തനിക്ക് വിരോധമുള്ളവരെയെല്ലാം വർഗീയവാദികളായി ചാപ്പകുത്തിയും കള്ളക്കേസെടുത്ത് പകവീട്ടിയും ആത്മനിർവൃതി അടയുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് അൻവർ. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അൻവറിന് ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് ബേപ്പൂരാണ്. അതിന് കാരണം ബേപ്പൂരിലെ മുസ്ലിം വോട്ടർമാരുടെ സ്വാധീനമാണ്. ഇക്കുറി മലബാറിലെ മുസ്ലിം വോട്ടർമാർ കൂട്ടത്തോടുകൂടി LDFിനെ കൈവിട്ടിരിക്കുന്നു. പിണറായി വിജയനും CPMും കള്ളനാണയങ്ങളാണ്. അവർ മോദിയേക്കാൾ ശക്തമായ സംഘ നിലപാടുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മുസ്ലിം സമുദായം. അതുകൊണ്ട് ഇക്കുറി മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ UDFിനാണ്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ എല്ലായിടത്തും ജയിച്ചത് മോദിയോട് നേരിടാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയൂ, CPMന് കഴിയില്ല എന്ന തോന്നലിലാണ്. ആ തോന്നൽ ഇക്കുറി ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ടുകളുടെ വലിയൊരു ചായ്വ് UDFിലേക്കുണ്ടാവും. അത്തരമൊരു സാഹചര്യത്തിൽ പോരാളിയായ അൻവർ എന്ന മുസ്ലിമിനെ ബേപ്പൂരുകാർ നെഞ്ചോട് ചേർക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു പരിധിവരെ മുസ്ലിം സമുദായത്തിലെ ഹീറോ തന്നെയാണ് PV അൻവർ. PV അൻവർ ബേപ്പൂരിൽ മത്സരിച്ചാൽ തീർച്ചയായും മുഹമ്മദ് റിയാസിന് വോട്ട് ചെയ്യാനിരിക്കുന്നവർ കൂടി അൻവറിനായിരിക്കും വോട്ട് ചെയ്യുക. അൻവർ അല്ലാതെ മറ്റാരെ പരീക്ഷിച്ചാലും ഈ അനുകൂല തരംഗം ഉണ്ടാവുകയുമില്ല.
UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മൊറൈൽ ബൂസ്റ്റ് ആയിരിക്കും മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കുക എന്നത്. അതിന് കെൽപ്പുള്ള ഏക നേതാവ് PV അൻവറാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. UDF-ന് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ ജയിക്കുന്നതിനേക്കാൾ അൻവറിന്റെ മൂല്യമുയരുന്നതും ഒരു CPM കോട്ടയിൽ ഭാവി മുഖ്യമന്ത്രിയെ തോൽപ്പിച്ച് കടന്നു വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അൻവറിനെ വെച്ചുള്ള പരീക്ഷണമായിരിക്കും UDF-ന് ഇക്കുറി കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ബൂസ്റ്റ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇങ്ങനെ തന്നെയാണ് തവനൂറിന്റെ കാര്യവും. തവനൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തലനാരിഴയ്ക്കാണ് കഴിഞ്ഞ തവണ തോറ്റുപോയത്. മുൻ മന്ത്രിയായിരുന്ന CPM-ന്റെ സൈബർ ഇടത്തിലെ ഏറ്റവും ശക്തമായ സാന്നിധ്യവുമായ ഡോക്ടർ KT ജലീലാണ് തവനൂരിൽ ഇതുവരെ ജയിച്ചത്. ഇക്കുറി ജലീൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ജലീൽ തന്നെ മത്സരിക്കണം എന്ന് CPM ശഠിക്കുന്നത് മറ്റൊരാളെ പ്ലേസ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ്. ജലീലിനോട് മത്സരിച്ച് ജയിക്കാൻ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത സന്ദീപ് വാര്യർക്കാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതിന് കൃത്യമായ ഒരു മത ഫോർമുല കൂടിയുണ്ട്. മലപ്പുറത്തുള്ള 16 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 മാത്രമാണ് കോൺഗ്രസിന് സീറ്റുള്ളത്. ബാക്കി 12 ലീഗാണ് മത്സരിക്കുന്നത്. എല്ലായിടത്തും തന്നെ മുസ്ലിം സ്ഥാനാർത്ഥികളാണ്. മുസ്ലിം വോട്ടർമാർ തന്നെയാണ് മലപ്പുറത്ത് കൂടുതൽ. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ മലപ്പുറത്തെ ഹിന്ദു വോട്ടർമാരെ അങ്ങനെ അങ്ങ് അവഗണിക്കാൻ കഴിയുമോ? 4 സീറ്റുകൾ കോൺഗ്രസ് പാർട്ടി കിട്ടുമ്പോൾ 2 ഹിന്ദുവിനെ നിർത്തണ്ടേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ 2 സീറ്റുകൾ ഫില്ലായിരിക്കുന്നു. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്താണ് സിറ്റിംഗ് MLA. ഷൗക്കത്ത് തന്നെയായിരിക്കും മത്സരിക്കുക. പൊന്നാനിയിലാണ് പൊതുവെ ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. എന്നാൽ പൊന്നാനിയിൽ നൌഷാദ് അലിയെ നിർത്താൻ കഴിയാത്ത സാഹചര്യമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. നേരത്തെ തന്നെ നിശ്ചയിച്ച സീറ്റാണ് നൌഷാദ് അലിയുടേത്. പിന്നെയുള്ളത് വണ്ടൂരാണ്. അത് സംവരണ മണ്ഡലമാണ്. AP അനിൽകുമാർ അവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തവനൂരിൽ ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് തന്നെയാണ് UDF-ന്റെയും കോൺഗ്രസിൻ്റെയും കെട്ടുറപ്പിന് നല്ലത്. ഏതാണ്ട് 60% ഹിന്ദു വോട്ടർമാരും തവനൂരുണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഒരേ സമയം ഹിന്ദു മുസ്ലിം വോട്ടുകൾ ശേഖരിക്കാൻ കഴിവുള്ള സന്ദീപ് വാര്യരായിരിക്കും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. ഒരുപക്ഷെ മലപ്പുറത്തെ മറ്റു മണ്ഡലങ്ങളോട് തുല്യമായ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സന്ദീപ് വാര്യരിലൂടെ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയും എന്ന് മറക്കരുത്. തവനൂരിൽ ആദ്യവും അവസാനവും പരിഗണിക്കേണ്ടത് ഒരു സംശയവും വേണ്ട സന്ദീപ് വാര്യരെ തന്നെയാവണം.